നമസ്കാരം, ഞാൻ ലതയാണ്. അപ്പം കുറച്ച് മാസമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. പിന്നെ മോളുടെ കാര്യവും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എൻ്റെ പൊന്നുമോള് പോയതൊക്കെ നിങ്ങൾക്കറിയാലോ. അവൾ പോയിട്ടില്ല, അവൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ നെഞ്ചിനുള്ളിൽ അവൾ ഇരിപ്പുണ്ട്. ഒരു എന്താ പറയാമെന്ന് അറിയത്തില്ലെങ്കിലും ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് വീഡിയോ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് പുറത്തിറങ്ങണം എന്ന് ഉള്ള നിർബന്ധവും എന്നെ നേരെയാക്കി എടുക്കാൻ എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേരെന്നെ സഹായിച്ചത് കൊണ്ടും എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന ആ സ്നേഹം അവരെല്ലാം എൻ്റെ കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ കരയുന്നത് പോലും എൻ്റെ കണ്ണിനുള്ളിൽ ഒരു തുള്ളി കണ്ണുനീര് വരാൻ എൻ്റെ മോള് സമ്മതിച്ചിട്ടില്ല. അവൾക്കിഷ്ടമല്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ കണ്ണിങ്ങോട്ട് ഇമ വെട്ടിയാൽ പോലും അവൾക്കത് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നുമോളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് വിചാരിച്ച് മാക്സിമം ശ്രമിക്കാറുണ്ട്, അവൾക്ക് വേണ്ടി ചിരിക്കണം എന്ന്. പക്ഷേ പറ്റാറില്ല. എങ്കിലും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുവാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ കൂടെയൊന്നും ആരും ഉണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് അടുത്ത നാളുകളിൽ തന്നെ അതിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ എന്നെ സ്വയം മനസ്സിലാക്കി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, എൻ്റെ പൊന്നു മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പടിയിറങ്ങുവാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇറങ്ങിയത് നമ്മുടെ കൈരളി ചാനലിലെ പായസ മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഓരോ മത്സരങ്ങൾക്ക് പോകുന്നതും എല്ലാം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് എനിക്കിപ്പോൾ ചെയ്യേണ്ടത്. അവൾക്ക് അമ്മ ചെയ്യുന്ന എന്തും അവൾക്ക് ഇഷ്ടമാണ്. അമ്മയുടെ സന്തോഷമാണ് അവൾ മരിക്കുന്നത് വരെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾ ജീവിച്ചതും. അവൾ ഒരു വേദന പോലും അവൾക്കുണ്ടാവാത്ത രീതിയിൽ കൊണ്ടുപോയി അവൾ എൻ്റെ കൈകളിൽ കിടന്ന് അവൾ പോയി അവസാനം അവൾ എൻ്റെ കൈകളിൽ കുറേ ഉമ്മയും അവൾക്കും കൊടുത്ത് അവൾ എൻ്റെ കൈകളിൽ കിടന്നാൽ പോയി. അവൾ സന്തോഷമായിട്ട് പോയി, ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് ഒരമ്മയ്ക്ക് കൊടുക്കാവുന്നതിൻ്റെ അപ്പുറം അതൊക്കെ എത്ര ഇതുണ്ടോ അതൊക്കെ മേളിൽ ഞാൻ എൻ്റെ പൊന്നുമോൾക്ക് എല്ലാം കൊടുത്തു. ഹാപ്പി ആയിട്ട് അവൾ പോയി. അവളുടെ ശരീരമേ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബ് ചാനലും പ്രോഗ്രാമുകളും ഫുഡും മത്സരങ്ങളും എപ്പോഴും പോകുന്നത് അവൾക്കിഷ്ടമാണ്. പക്ഷെ അവളെ എല്ലാം അടുക്കി പെറുക്കിയൊക്കെ എന്നെ പറഞ്ഞ് വിടുന്നത്, അവളെന്നെ നിർബന്ധിച്ച് പലതിനും ഓട്ടിക്കുന്നത്. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് കണ്ണ് നിറയാതെ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് അവളുടെ ആഗ്രഹം. പക്ഷേ കരയാതിരിക്കാൻ ഒരിക്കലും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല. പക്ഷെ അവൾക്ക് വേണ്ടി ഞാനിപ്പോൾ ചിരിക്കുവാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞ് അവൾ കാണരുതെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം. എന്നെപ്പോലെ ഇങ്ങനെ ഇത് അനുഭവിച്ച ഒരു അമ്മമാർക്ക് മാത്രമേ എൻ്റെ ഈ സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കണം, നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ല. നമ്മൾ എത്ര ഓടി നടന്ന് എന്തൊക്കെ ചെയ്താലും നമുക്കൊരു വിധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് നമുക്കാർക്കും തടുക്കാനും പറ്റത്തില്ല. നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഓടി നടന്നു മക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്ത് മക്കളെ ഇവിടെ അവസാനം നമ്മുടെ കയ്യിൽ നിന്നത് പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും കാലം ഓടിയത്, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്തിനാ ഇതൊക്കെ, ഭൂമിയിൽ ഒന്നും അല്ല എന്നൊരു സ്റ്റേജിലേക്ക് നമ്മൾ മാറും. ആ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഞാനും കടന്നു പോകുന്നത്. പക്ഷേ അവളെ
എപ്പോഴും ചിരിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അവളുടെ സന്തോഷം, അവളുടെ ആഗ്രഹങ്ങളെല്ലാം എന്തായിരുന്നു, അതിൻ്റെ പുറകെയാണ് ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും പ്രോഗ്രാമിന് പോകുന്നതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കൈരളി ചാനലിൻ്റെ പ്രോഗ്രാമിന് പോയി. എൻ്റെ പൊന്നുമോളുടെ ആഗ്രഹം തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓഗസ്റ്റ് 16 തൊട്ട് 13 വരെ കൈരളി ചാനലിൽ 7 to 8 എൻ്റെ പ്രോഗ്രാമുണ്ട്. നിങ്ങൾക്കും കാണാം. എന്താ പറയണമെന്നും സത്യത്തിൽ ഓർമ്മ ഭയങ്കര മറവി എന്നെ കൊല്ലുന്നുണ്ട്. കാരണം ഒന്നും നിൽക്കുന്നില്ല മനസ്സിൽ. മോളല്ലാതെ വേറൊരു കാര്യം എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നില്ല. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി ഞാൻ നടക്കുവാണ്. ഭയങ്കരമായിട്ട് ഞാൻ വണ്ണം വെച്ചു. ഭയങ്കരമായിട്ട് 10-12 കിലോ തന്നെ വെയിറ്റ് കൂടി. വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ടല്ല, നമ്മുടെ ആ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അവസ്ഥയിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടായിരിക്കണം ഒന്ന് വണ്ണമൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഇരിക്കാൻ. ഇനി പഴയപടി നോക്കണം. പിന്നെ എൻ്റെ പ്രേക്ഷകരെല്ലാം, എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാ പ്രേക്ഷകരും കുറേ പേര് എന്നെ നിർബന്ധിച്ച് ഡെയിലി മെസ്സേജ് ഇട്ടിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും മൊബൈലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നമ്മളെ അനുഭവിച്ചു പോകുന്ന ഓരോ സ്റ്റേജുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം ആ ഒരു സ്റ്റേജും പക്ഷേ എനിക്കെല്ലാം മുന്നേ കൂട്ടി അറിയാൻ പറ്റിയിരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ എനിക്ക് എന്തോ ഒരു ഉൾവിളി പോലെയെല്ലാം അറിയാൻ കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അവളുടെ ബർത്ത്ഡേ ഫങ്ഷൻസും ഞങ്ങൾ സിംഗപ്പൂർ മലേഷ്യ പോയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ April 24 വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഞാനും മോനും കൂടി ബുക്ക് ചെയ്തിട്ടിരുന്നതാണ്. പക്ഷേ വിഷുവിൻ്റെ അന്ന് എൻ്റെ പൊന്നുമോള് പോയി. അപ്പോൾ അവളുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വന്നു. കാരണം ഈ ടൈമിനൊന്നും നമ്മുടെ കൂടെ ആരും കാണത്തില്ല. നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. എന്നെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഭക്ഷണം കഴിച്ചാലും എന്തിനും ഓരോ കാര്യങ്ങൾ അവർ ഓരോ സെക്കൻഡിൽ വിളിച്ച് തിരക്കിക്കൊണ്ടേയിരിക്കും. കഴിച്ചോ, ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ ഉണരുമ്പോഴത്തേക്കും അവരെൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. എനിക്ക് ഭക്ഷണം ഞാൻ കഴിച്ചോ എന്ന് വരെ അറിയാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്ന് എൻ്റെ കൂടെ സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരെയും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് നിർത്തണം. നമ്മൾ വന്നതും ഒറ്റയ്ക്കാണ്, നമ്മൾ പോകുന്നതും ഒറ്റയ്ക്കാണ്. നമുക്ക് ആരെയും കൊണ്ടുപോകാനോ നമുക്ക് ആരെയും കൊണ്ടുവരാനോ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്തൊക്കെയോ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മോനെയും കൊണ്ട് ഞാൻ വിയറ്റ്നാമിലേക്ക് പോയി. മോൾക്ക് വേണ്ടി ബുക്ക് ചെയ്തു. അവരെന്തായാലും അതിൻ്റെ രൂപ തിരിച്ചു തരത്തില്ല. പിന്നെ അവളുടെ സന്തോഷം ഞാൻ പോണതാണ്. അവൾക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം അവൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അവൾ ഉപയോഗിച്ച സ്വെറ്ററുകളും അവളിട്ട ഡ്രസ്സുകളും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് തന്നെ. എൻ്റെ നെഞ്ചിനുള്ളിൽ എല്ലാം അവളാണ്. ഓരോ സാധനം എടുക്കുമ്പോഴും അവളങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇപ്പം എനിക്കൊരു ഇച്ചിരി കൂടി ധൈര്യം കിട്ടി. അവൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് പല കാര്യങ്ങളിൽ കൂടി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. പലരും പലതുമൊക്കെ മക്കളും നഷ്ടപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പലതും എൻ്റെ പൊന്നുമോള് എന്നെ കൊണ്ട് ഓരോന്നും എനിക്ക് തെളിയിച്ച് തരുന്നുണ്ട്. അവൾ എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല, പോട്ടെ. അപ്പം ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ഉടനെ ഇടാം. എൻ്റെയും ഓമിക്കുട്ടൻ്റെയും വിയറ്റ്നാം യാത്രയാണ്. ഞാനും ഓമിക്കുട്ടനും അപ്പൂസും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ യാത്ര പോയതൊക്കെ എയർപോർട്ടിൽ ചെന്നപ്പോൾ 3 പാസ്പോർട്ടും
എടുത്ത് കൊടുക്കുക. ബാഗ് പോലും ഞങ്ങൾ ഓരോ യാത്ര കഴിഞ്ഞ് വന്നിട്ടും അത് മാറ്റിയിട്ടില്ല എന്നുള്ള സത്യമാണ്. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് വീണ്ടും കൊടുക്കുന്നത് 3 പാസ്പോർട്ട് ഒന്നിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് ബോധം വരുന്നു, അയ്യോ അപ്പൂസിൻ്റെ ആണല്ലോ, അപ്പൂസ് ഇല്ലല്ലോ. പക്ഷേ അവൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ. എപ്പോൾ പോയാലും ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എൻ്റെ അപ്പുക്കുട്ടൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ആ വീഡിയോകൾ ഇടാം. ചിലരൊക്കെ ചിന്തിക്കുമായിരിക്കും, അയ്യോ ഇപ്പോഴല്ലേ കുഞ്ഞ് പോയാൽ ഇവിടെ കറങ്ങാനൊക്കെ ഇറങ്ങിയോന്ന്. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ള ഈ പറയുന്ന ഒരു വ്യക്തികൾ പോലും നമ്മളെ ഒരു വിഷമഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തകളും കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ അത് അനുഭവിച്ചതാണ് ഞാൻ. എത്ര മോള് പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടാവും. എല്ലാ ചടങ്ങുകളും കഴിയുമ്പോൾ എല്ലാവരും പോവും, കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി പോലും നമ്മുടെ കൂടെ കാണില്ല. അപ്പോഴൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തളർന്നു പോവും. അത് ഞാൻ നല്ലോണം അനുഭവിച്ചത് കൊണ്ട് ആണ് നിങ്ങളോടും പറയുന്നത്. നിങ്ങളെ തന്നെ ആദ്യം ഒന്ന് വിശ്വസിച്ച് നിങ്ങളെ തന്നെ വിശ്വസിക്കണം. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ മാറി മാറി വരുന്നേ ഉള്ളൂ. ചിലപ്പം കുറേയൊക്കെ തെറ്റുകുറ്റങ്ങൾ ഈ വീഡിയോയിൽ കണ്ടെന്നിരിക്കും, ക്ഷമിക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു അമ്മയായിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്തായാലും എനിക്ക് പറയാൻ ഇനി വാക്കുകളൊന്നും തന്നെ ഇല്ല. സത്യത്തിൽ ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുവാണ്. നന്ദി.